ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല തണുപ്പാവുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി നല്ല ഒരു കംഫർട്ടറും നല്ല ഭംഗിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് പോലത്തെ കംഫർട്ടറാണ്. ഇത് കണ്ടോ എന്ത് രസമാണ്. ഇതിൻ്റെ കളർ കണ്ടോ, കളറാണ് ഇതിൻ്റെ നല്ല രസം കേട്ടോ. നല്ലൊരു ഗ്രേപ്പ് ലൈറ്റ് ഗ്രേപ്പ് അല്ലല്ല നമ്മുടെ എന്താ പറയുന്നത് നല്ല ഒണിയൻ കളർ കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഒണിയൻ പീൽ ചെയ്ത് വരുന്ന ആ കളർ കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറ്. നല്ലതായിട്ട് ഇത് നല്ല സുഖമായിട്ട് ഇത് പുതച്ച് കിടക്കാനേ. നമുക്ക് ഇതിൽ കിടക്കാനും പറ്റും, എന്താ പറയുക, ഇതിൽ പുതയ്ക്കാനും പറ്റും. കാരണം വെച്ചാൽ അത് സ്പ്രെഡായിട്ടൊക്കെ ആൾക്കാർ ഇടുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ കൂടെ ഉള്ളൊരു ഹൈലൈറ്റ് കേട്ടോ. 2 വലിയ പില്ലോ കവറുണ്ട്. ഞാനിങ്ങനെ എടുത്തപ്പോൾ അതങ്ങ് മാറിപ്പോയി, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അങ്ങ് മറന്നുപോയി കേട്ടോ. നല്ല 2 പില്ലോ കവേഴ്സും ഉണ്ട് കേട്ടോ. ഇന്ന് കാണിക്കുന്ന ഫുള്ള് കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് ഉണ്ട്, തിക്കായിട്ടുള്ള കോട്ടൺ ഉണ്ട് കേട്ടോ. ലൈറ്റ് വെയിറ്റ് പറഞ്ഞാൽ 100% കോട്ടൺ ആണ്. നമ്മളിങ്ങനെ തൊടുമ്പോഴേ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റ് ഫുൾ ഷീറ്റാണ്, അതായത് ഫ്ലാറ്റ് ഷീറ്റ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. ഫ്ലാറ്റ് ഷീറ്റ് ആണ്. ഇതിൻ്റെ നല്ല ഫ്ലവർ അല്ലേ, നല്ല ഭംഗിയായിട്ടുള്ളൊരു നല്ലൊരു ഫ്ലവർ ആകട്ടെ. ഇതിങ്ങനെ വിരിച്ചിടുമ്പോൾ നല്ല ഒരു ഭംഗിയായിരിക്കും. ഇതിൻ്റെ കൂടെ നടുക്കൊരു കുഷ്യൻ കവർ ഏതെങ്കിലും നല്ല ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഒക്കെ വെച്ചാലുണ്ടല്ലോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഈ കിങ് സൈസ് ബെഡ്ഷീറ്റിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് 100x108 ഇഞ്ചസ് ആണ് കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല രസമാണ്. ഇനിയുള്ളത് അത് നല്ല രസമാട്ടോ. ബാക്ക്ഗ്രൗണ്ട് നല്ല ചെളിയൊന്നും പറ്റി അറിയണ്ട, പക്ഷെ നല്ല പ്രകാശമായിരിക്കണം. നല്ല പിങ്ക് കളറ്, നല്ല പിങ്ക് കളർ റോസാപ്പൂ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പിങ്ക് കളർ റോസാപ്പൂ ഒക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ ഇതൊക്കെ ഒത്തിരി കാണുമായിരുന്നു. എനിക്കിപ്പോൾ അതൊക്കെ സങ്കടം വരുന്നു കേട്ടോ. നമ്മുടെ ഒന്നും വീട്ടിലിതൊന്നും ഒന്ന് പിടിക്കാനും പറ്റുന്നില്ല കേട്ടോ. നമുക്ക് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അതൊക്കെ ഭയങ്കര പാടല്ലേ. പക്ഷെ ചില ആൻറ്റിമാരുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വെക്കുന്നത്. ഈ ബെഡ്ഷീറ്റ് തന്നെ 100% കോട്ടൺ എഴുതിയിട്ടുണ്ട്. ഈ ബെഡ്ഷീറ്റിന് ഇതുപോലെയാണ് ബോർഡർ വന്നിരിക്കുന്നത്. ഫ്ലാറ്റ് ഷീറ്റിൽ ബോർഡറാണ്, അറ്റാച്ച് ചെയ്തിരിക്കുന്നതല്ല. ഇതുപോലെ വന്നിട്ടുണ്ട്. സെൻറ്റർ പോർഷൻ ഇതുപോലെയാണ്. നല്ല 100% കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. ഇതിങ്ങനെ എൻഡ് ചെയ്യുന്നതും ഇതുപോലെയാണ് കേട്ടോ. ഇതിൻ്റെ പില്ലോ കവർ ഉണ്ടല്ലോ, പില്ലോ കവർ കോൺട്രാസ്റ്റ്, അതായത് സൈഡിലുള്ള ആ ഒരു പ്രിന്റ് ആണ് കേട്ടോ. അപ്പം നന്നായിട്ട് നടുക്ക് കിടക്കും, നല്ല ഹൈലൈറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് കിടക്കുക. നല്ല രസം. ഇതൊക്കെ ഇങ്ങനെ വിരിച്ച് കിടക്കുമ്പോഴാണ് അതിന് ഭംഗി വരത്തുള്ളൂ കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടം തോന്നുന്ന നല്ലൊരു പ്രിന്റാണ് കേട്ടോ. ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്, പക്ഷെ നമ്മൾ ഇതെല്ലാം കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ അറിയത്തുള്ളൂ. കണ്ടിട്ടില്ലാത്ത എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഇതേത് കാർട്ടൂണിൻ്റെ ആളാണെന്നൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷെ ഇത് കുഞ്ഞുങ്ങൾക്കും അറിയാം, ചില അമ്മമാർക്കും ഇത് നന്നായിട്ട് അറിയാം, ചില വല്യമ്മച്ചിമാർക്കും ഇത് നന്നായിട്ട് അറിയാം കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റിൽ ബോർഡർ അറ്റാച്ച്ഡ് ആണ്. 4 സൈഡിലും പ്ലെയിൻ കളർ അറ്റാച്ച്ഡ് ആട്ടോ. അതായത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സെൻറ്റർ പോർഷനിൽ ഒരുപാട് പ്രിന്റ് ഉണ്ടാവും, ബോർഡർ ഇത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ടക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാണാനേ പറ്റത്തുള്ളൂ, ഒരുപാട് കണ്ടാലും നല്ലതല്ലല്ലോ. അപ്പോൾ കിങ് സൈസിന് അങ്ങനെ തന്നെ പറ്റത്തുള്ളൂ. അതായത് കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ ഓർക്കുക. അയ്യോ അത് മുഴുവൻ പോകുക, ഇടയ്ക്ക് പോകുക, അങ്ങനെയൊന്നുമല്ല. മാറ്റ് അതനുസരിച്ച് തന്നെ അത് സ്റ്റിച്ച് ചെയ്ത്, അപ്പോൾ അതിൻ്റെ കുറച്ച് എന്തായാലും കാണാം കേട്ടോ. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. ഈ മഴ ആയതുകൊണ്ടല്ലേ ആൾക്കാർക്കൊക്കെ പുറത്തിറങ്ങാൻ നല്ല മടിയാണ്. പിന്നെ നമ്മൾക്കൊക്കെ വെളിയിൽ പോകുമ്പം കുറേ വെള്ളം കെട്ടിക്കിടക്കുന്നു, അതിനകത്ത് ചവിട്ടി പോകാൻ മടിയാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ സന്തോഷമാട്ടോ, ചവിട്ടി കളിച്ച് പോകാം. പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ വീട്ടിൽ വന്ന് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയില്ലെങ്കിൽ പിന്നെ നല്ലതായിട്ട് ഇച്ചിങ് ഉണ്ടാവും. പിന്നെ ഭയങ്കര ചൊറിച്ചിലാണെങ്കിൽ അമ്മാന്ന് പറഞ്ഞ് കരയും. അപ്പോൾ നമ്മൾ പറഞ്ഞു വിടണം കേട്ടോ. അതായത് അവിടെ ചെളിയിലൊന്നും ചവിട്ടരുത്. പക്ഷെ ചവിട്ടരുതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. എന്നുവെച്ചാൽ അതൊക്കെ ഈ ഒരു ഏജിൻ്റെ ഒരു രസമാണ്. ഇപ്പം ഞാൻ തന്നെ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പം എനിക്ക് തന്നെ ഒന്ന് ചവിട്ടായല്ലോ എന്നൊക്കെ നമ്മൾ തന്നെ ഓർക്കും. പിന്നെ പോയി കഴുകിയാൽ മതിയല്ലോ. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു ഫീലുണ്ടല്ലോ, ഒന്ന് ചവിട്ടി ഒന്ന് പോയി ഒരു വെള്ളമൊക്കെ ഒന്ന് കാലും കൊണ്ടൊക്കെ തെറിപ്പിച്ച് ഒരു
എന്താ ഒരു സുഖമാണ് അതൊക്കെ. അപ്പോൾ ഇങ്ങനെ മഴയത്ത് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നതും നല്ല മാങ്ങാപ്പഴം ചില സ്ഥലത്തൊക്കെ ഉണ്ട് കേട്ടോ, ചാടുന്നുണ്ട്, ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറിച്ചൊക്കെ തിന്നുന്നതൊക്കെ ഓർക്കുമ്പോൾ നല്ല രസമില്ലേ. അപ്പോൾ ഇത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച്, പക്ഷെ ബെഡ്ഷീറ്റിൻ്റെ കാര്യത്തിലുണ്ടല്ലോ, നമ്മൾ മഴയാണെന്നോർത്ത് ബെഡ്ഷീറ്റ് വാഷ് ചെയ്യാതിരിക്കരുത് കേട്ടോ, ഉണങ്ങത്തില്ലല്ലോ എന്നോർത്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ബെഡ്ഷീറ്റ് മാറണം, അല്ലെങ്കിൽ ഒന്നും നല്ലതല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവറുള്ള നല്ലൊരു ഷീറ്റാണ് ഇത്. കണ്ട് എന്ത് രസമാണെന്ന് നോക്കിയേ, നല്ല ഭംഗിയായിട്ടൊരു ഷീറ്റ് കേട്ടോ, എന്ത് രസമാണെന്ന് നോക്കിയാൽ, നല്ല രസമാട്ടോ ഈ ഷീറ്റ് കാണാനേ. അതാണ് എന്താ പറയുന്നത്, എന്താ പറയുക, നല്ല വയലറ്റ് കളറിൽ നല്ല ഒരു ഷീറ്റാണ്. ഇതും ബോർഡർ ഷീറ്റാണ്, 4 സൈഡിലും വയലറ്റ് കളറാണ്. സെൻറ്റർ പോർഷൻ ഇങ്ങനെയാണ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ് കേട്ടോ. ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റിനൊക്കെ വില വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ യൂട്യൂബിൽ നിങ്ങൾ ഈ താഴെ കിടക്കുന്ന നമ്പറിൽ ചോദിക്കണം, എന്നാലേ അറിയാൻ പറ്റത്തുള്ളേ. കാരണം വെച്ചാൽ എനിക്കും അത് കൺഫ്യൂഷനാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള അതിൻ്റെ 2 വലിയ പില്ലോ കവേഴ്സ് കേട്ടോ. ഇനി എൻ്റെ ഫേവറേറ്റ് ഷീറ്റാണ് കേട്ടോ, അതായത് ഇതിൻ്റെ പല കളേഴ്സും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഇതെന്താ ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ഈ ചുരിദാർ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഇരിക്കുന്നു ഇത്. പക്ഷേ ഇത് വിരിച്ചാൽ ഭയങ്കര രസമാണ്. ഇതിന് ഓറഞ്ച് ഉണ്ടായിരുന്നു, മഞ്ഞ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓറഞ്ച് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്, മഞ്ഞ കാണിച്ചിട്ടില്ല. പക്ഷേ ഇത് കണ്ടോ, നല്ല മഞ്ഞ തീർന്നു പോയി. ഇത് കണ്ടോ, അടുത്തത് ഈ ഒരു എന്താ പറയുന്നത്, നല്ല ഗ്രീൻ പീസിൻ്റെ കളറാണ് കേട്ടോ. ഗ്രീൻ പീസ്, ചെറുപയർ പരിപ്പ്, അതിൻ്റെ കളർ കേട്ടോ, അതിൻ്റെ കളറിലുള്ള നല്ല ഒരു കളർ ഷെയ്ഡ്. സെൻറ്റർ പോർഷനാണ് അതുള്ളത്. സൈഡ് ബോർഡർ ഇതാണ് കേട്ടോ. മാഗ്നിസ്കേപ്സ് കടയുണ്ടല്ലോ എറണാകുളത്ത്, കടവന്ത്ര, ചെറുപറമ്പത്ത് റോഡിലാണ്. പക്ഷെ മാഗ്നിസ്കേപ്സിൻ്റെ ടൈമിംഗ് രാവിലെ 10 മണി തുടങ്ങി 7 മണി വരെയാണ്, മൺഡേ ടു സാറ്റർഡേ. സൺഡേ ഇപ്പോൾ നമ്മൾ മാഗ്നിസ്കേപ്സ് ഓപ്പൺ ആണ്, രാവിലെ 10 മണി തുടങ്ങി 5 മണി വരെ കേട്ടോ. 5 മണി കഴിഞ്ഞില്ല, സൺഡേ ഓപ്പൺ ആണ്. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ അങ്ങനെ തുടങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അപ്പം പിന്നെ മാഗ്നിസ്കേപ്സ് വരേണ്ട വഴി എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. നമ്മുടെ വീഡിയോസൊക്കെ മുഴുവൻ കാണണം. ചെറുപറമ്പത്ത് റോഡ് എന്ന് പറയുമ്പോൾ വൈറ്റിലയിൽ നിന്ന് വരുമ്പോഴും കടവന്ത്രയിൽ നിന്ന് വരുമ്പോൾ മെട്രോ പില്ല നമ്പർ 795 സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. അവിടെ കയറി ഒരു 200 മീറ്റർ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് റൈറ്റിൽ സെക്കൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഗേറ്റ് കയറരുത്, സെക്കൻഡ് ഗേറ്റ് കയറണം കേട്ടോ. കാരണം മാഗ്നിസ്കേപ്സിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്ന ഫസ്റ്റ് ഗേറ്റിൽ, അവിടെ കയറരുത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഗേറ്റ് കയറണം. എല്ലാവരും നല്ല സന്തോഷത്തോടെ, നല്ല മഴയൊക്കെ കണ്ട് നല്ല സന്തോഷത്തോടെയൊക്കെ നല്ല സൂക്ഷിച്ചും പറക്കിയൊക്കെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.